അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 99. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവജദക ളാല്ലം ഫഹദാ. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൊട്ടടുത്തുള്ള ആയത്ത് സൂറത്തുൽ ദുഹായിലെ 7-ാമത്തെ ആയത്താണ്. യതീമായി കണ്ട റബ്ബ് തങ്ങൾക്ക് അഭയം നൽകിയെങ്കിൽ വവജദക ളാല്ലം ഫഹദ, അതേ റബ്ബ് തങ്ങളെ ഒരു സത്യാന്വേഷിയായി കണ്ടപ്പോൾ ആ സത്യത്തിലേക്ക്, ആ പൂർണ്ണ സത്യത്തിലേക്ക് നബിയെ തങ്ങൾക്ക് അല്ലാഹു തആല വഴി കാണിച്ചു തന്നു. ബഹുമാനപ്പെട്ട ഇമാം ത്വയ്ബി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹിറു വവജദക ളാല്ലൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ വ്യക്തമായ അർത്ഥം അന്നൽ മുറാദ ബിസ്സായിലി ത്വാലിബുൽ ഇൽം, സത്യാന്വേഷിയാണ്, അറിവന്വേഷിച്ച് നടക്കുന്നയാൾ സത്യാന്വേഷിയായി കണ്ടപ്പോൾ തങ്ങൾക്ക് അവൻ അഭയം നൽകി എന്നാണ് ഇമാം ത്വയ്ബി റളിയല്ലാഹു അൻഹു ഇതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മുമ്പെവിടെയും ഇരുട്ടിന്റെ ഒരു കണിക പോലും ഇല്ലായിരുന്നു, വെളിച്ചമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ആ വെളിച്ചത്തിന്റെ സമ്പൂർണ്ണ രൂപം അതെങ്ങനെയാണ്, അതിന്റെ ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, എങ്ങനെയാണ് ജനങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം, അതിന്റെ പൂർണ്ണ രൂപം എന്താണ്, ഇതൊന്നും അറിയാതിരിക്കുകയായിരുന്നു. അപ്പോൾ അല്ലാഹു തആല 40 വയസ്സോടുകൂടെ നേരത്തെ മനസ്സിലാക്കി വെച്ച, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആ വെളിച്ചത്തിലേക്ക് വഴി ചേർത്തു. ഇതാണ് ഇതിന്റെ പൂർണ്ണ രൂപം, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജനങ്ങളെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂർണ്ണ വെളിച്ചം അവതരിപ്പിച്ചു. ഇതാണ് വവജദക ളാല്ലം ഫഹദ. സൂറത്തു ശൂറായിലെ 52-ാമത്തെ വചനത്തിൽ ഇതാണ് കാണുന്നത്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, അങ്ങനെ നമ്മൾ നബിയെ തങ്ങൾക്ക് ചൈതന്യവത്തായ ഒരു മെസ്സേജ്, സന്ദേശം അങ്ങേക്ക് നാം കനിഞ്ഞു നൽകി. മിൻ അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം ജിബ്രീൽ തങ്ങളെ എടുത്തു കൊണ്ടുവന്നു. ആ ചൈതന്യവത്തായ സന്ദേശം അങ്ങേക്ക് കൈമാറി. മാ കുന്ത തദ്രി, തങ്ങൾക്കറിയില്ലായിരുന്നു. മൽ കിതാബു, എന്താണ് കിതാബിന്റെ യാഥാർത്ഥ്യം, എന്താണ് കിതാബ്. വലൽ ഈമാൻ, യഥാർത്ഥ ഈമാൻ, ഈമാനിന്റെ യാഥാർത്ഥ്യം. എന്തോ ഒന്നുണ്ടെന്നറിയാം, മുശ്രിക്കുകൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നറിയാം, അള്ളാഹുവിനെ അറിയാം, പക്ഷേ അതിന്റെ സമ്പൂർണ്ണ രൂപം അറിയില്ല. ഈമാനിന്റെ സമ്പൂർണ്ണ രൂപവും കിതാബ് എന്താണെന്നുമൊന്നും അറിയാതെ നിൽക്കുമ്പോൾ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്നും നാം ഇച്ഛിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റുന്ന സമ്പൂർണ്ണ വെളിച്ചമാക്കി ആ കിതാബിനെ തങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു. ആ വഹയ്യ് തങ്ങളിലേക്ക് നൽകി. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും തങ്ങൾ നയിക്കുന്നത് നേരായ പാതയിലേക്കാണ്. അപ്പോൾ ഈ ഒരു അറിവ് നൽകിയതിനെ കുറിച്ചാണ്, വഹയ്യ് നൽകിയതിനെ കുറിച്ചാണ് വവജദക ളാല്ലം ഫഹദ എന്ന് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പിഴച്ചുപോയി, അപ്പോൾ നബി തങ്ങൾ എല്ലാ തോന്നിയാസവും ചെയ്തു, അപ്പോൾ നബി തങ്ങളെ ഹിദായത്തിലേക്കാക്കി എന്നല്ല. അങ്ങനെയാണ് ബിദ്അത്തുകാർ പലപ്പോഴും അതിനർത്ഥം പറയുക. വല്ലാത്ത അപകടകരമായ അർത്ഥമാണ്. വമിൻഹും മൻ ഖാൽ, എങ്കിൽ മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ ഇതിനർത്ഥം പറഞ്ഞവരുണ്ട്. ളാല്ലൻ എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചവൻ എന്നല്ലേ, ആ അർത്ഥം തന്നെ പറഞ്ഞവരുണ്ട്. വവജദക ളാല്ലൻ, നബിയെ തങ്ങൾ വീട്ടിലേക്കുള്ള വഴി അറിയാതെ തങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് റബ്ബ് കണ്ടപ്പോൾ ഫഹദ, തങ്ങളെ വീട്ടിലേക്ക് വഴി കാണിച്ചു തന്നു. വഴി അറിയാതെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈമാൻ എന്താണെന്നറിയാതെ, അള്ളാഹുവിനെ പറ്റി അറിയാതെ ബിംബാരാധനയിലും മറ്റും നടക്കുകയായിരുന്നു, വേണ്ടാത്തരം കളിച്ച് നടക്കുകയായിരുന്നു എന്നല്ല, മറിച്ച് വീട്ടിലേക്കുള്ള വഴി, യഥാർത്ഥ വഴി, നടക്കുന്ന വഴി. വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഇറങ്ങി പുറത്തുപോയി, അത് വളരെ ചെറിയ പ്രായത്തിലാണ്. വല്ല ഫീ ശിആബി മക്കത വഹുവ സഗീർ, നബിതങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയുടെ ഊടുവഴികളിൽ നബിതങ്ങൾ വഴി തെറ്റിയിട്ട് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പറ്റാത്ത വിധം വഴിയറിയാതെ വലഞ്ഞു. ഇബ്നു കസീർ എഴുതുന്നു ഈ സംഭവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, നബിതങ്ങൾ മക്ക വഴിയിൽ ഇങ്ങനെ വഴി പിഴച്ചു പോയി ഹാല സിബാഹു, കുട്ടിക്കാലത്ത്.
അങ്ങനെ അബ്ദുൽ മുത്തലിബ് തേടി അന്വേഷിച്ച് നടക്കുന്നു. അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കഅബയുടെ കില്ലയിൽ പോയി പ്രാർത്ഥിച്ചതുമൊക്കെ രേഖപ്പെടുത്തുന്നു. അപ്പോഴാണ് അബൂജഹല് ആ വഴി വരുമ്പോൾ കണ്ടത് അബ്ദുൽ മുത്തലിബില്. സുബ്ഹാനല്ലാഹ്, ആരാണിത്? അബ്ദുൽ മുത്തലിബിന്റെ യതീമോ എന്ന് ചോദിച്ചുകൊണ്ട് അബൂജഹല് ഈ കുഞ്ഞിനെ എടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയാണ്, വല്ലിപ്പാനെ ഏൽപ്പിക്കുകയാണ്. ഏതുപോലെ ഫിർഔൻ മൂസനബി അലൈഹിസ്സലാമിന്റെ പെട്ടി, മൂസനബിയെ പെട്ടിയിലടച്ച് ഉമ്മ പുഴയിലൊഴുക്കിയതാ. ആ പെട്ടി ഫിർഔൻ തന്നെ, ഫിർഔന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ആ ഫിർഔൻ തന്നെ എടുത്ത് സംരക്ഷിച്ചതുപോലെ ഇതാ അന്നെങ്ങാനും അബൂജഹലിന് ഈ കുഞ്ഞാരാണെന്ന് അറിയായിരുന്നെങ്കിൽ ഒന്ന് പിടിച്ച് തിരുമ്മിക്കളയാനേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തില്ല. കാരണം അള്ളാഹു രക്ഷിച്ചു. തങ്ങളുടെ കൊടിയ ശത്രുവിന്റെ കയ്യാൽ നബിയെ തങ്ങളെ അള്ളാഹു രക്ഷിച്ചില്ലേ? അതോർമ്മിപ്പിക്കുകയുമാവാം. വവജദക ളാല്ലം ഫഹദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇസ്മായിലുൽ ഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അന്നൊരു അത്ഭുതമുണ്ടായി. അബൂജഹല് അബ്ദുൽ മുത്തലിബിന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, ഓ അബ്ദുൽ മുത്തലിബ്, നിങ്ങളെ ഈ കുട്ടി എന്തോ ഒരു അത്ഭുത കുഞ്ഞാണ്. ഇന്നി അനഖ്തു നാഖത വഅർകബ്തുഹു മിൻ ഖൽഫി, ഞാൻ എന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് കുഞ്ഞിനെ പിറകിൽ വെച്ചു, ഞാൻ മുമ്പിലും ഇരുന്നു. ഫഅബത്തിൻ നാഖതു അൻ തഖൂം, എത്ര ശ്രമിച്ചിട്ടും എന്റെ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നിലുള്ള കുട്ടിയെ എടുത്ത് മുന്നിലേക്ക് വെച്ചു. ഖാമത്തിൻ നാഖ, ഒട്ടകം എഴുന്നേറ്റു പോന്നു. അപ്പോൾ സത്യത്തിൽ ഒട്ടകം പറയുന്നത് പോലെയുണ്ട്. കഅന്ന നാഖത തഖൂൽ, സത്യത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ ഒട്ടകം പറയുന്നത് പോലെയുണ്ട്, യാ അഹ്മഖു ഹുവൽ ഇമാം ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി, എടാ വിഡ്ഢി, പമ്പര വിഡ്ഢി, ഇത് ലോകത്തിന്റെ നേതാവാണ്, എങ്ങനെ നിന്റെ പിറകിലിരിക്കും? നീ ഈ മനുഷ്യനെ പിന്തുടരേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ പിന്തുടരേണ്ടവന്റെ പിറകിലല്ല ഇമാമ് നിൽക്കേണ്ടത്, ഇമാമ് മുന്നിലാ നിൽക്കേണ്ടത്. അന്ന് തന്നെ ആ ഒട്ടകം അവനോട് ഇത് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ സംഭവം നേരിട്ട് അവൻ തന്നെ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞതാണ്. ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സമയത്ത് ഹലീമ ബീവി മുല കൊടുത്ത് പൂർത്തിയായ സമയത്ത് റസൂലുള്ളാഹിനെ കൂട്ടി അബ്ദുൽ മുത്തലിബിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി വരുമ്പം ബാബു മക്കയിലെത്തിയപ്പോൾ, ബാബു മക്ക ഇപ്പോഴും അത് പ്രസിദ്ധമാണ്, ബാബു മക്കയിലേക്ക് ഇങ്ങ് വന്ന് കടന്നപ്പോഴേക്ക് ഹനീ അല്ലഖിയ ബുതഹാ മക്ക, അവിടെ നിന്നൊരു അശരീരി കേട്ടു, ഓ മക്കയിലെ മണൽത്തരികളെ, നിങ്ങൾക്ക് സ്വാഗതം, നിനക്ക് സ്വാഗതം, മക്കയുടെ മണ്ണേ നിനക്ക് സ്വാഗതം. അൽയൗമ യുറദ്ദു ഇലൈകിൻ നൂറു വദ്ദീനു വൽ ബഹാഉ വൽ ജമാൽ, ഇന്നാണല്ലോ നിന്നിലേക്ക് ആ പ്രകാശം തിരിച്ചെത്തുന്നത്, ഇന്നാണല്ലോ നിന്നിലേക്ക് സത്യസന്ദേശം തിരിച്ചെത്തുന്നത്, സൗന്ദര്യം തിരിച്ചെത്തുന്നത്, പ്രഭ തിരിച്ചെത്തുന്നത്. ഇതൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞതാണ്. ഈ അശരീരി കേട്ടപ്പോൾ ഹലീമ ബീവി പറയാണ്, ഫവളഅതുഹു ലിഉസ്രിഹ തിയാബി, ഞാൻ എന്റെ വസ്ത്രം ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി കുഞ്ഞിനെ അവിടെ വെച്ചു. അപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. ഫൽതഫതു, ഞാൻ ബേക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫലമറ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, യാ മഅ്ശറന്നാസ്, ഓ ജനങ്ങളെ, ഐന സ്വബി, എന്റെ കുട്ടി എവിടെ? ഞാൻ ഇപ്പൊ എന്റെ പിന്നിൽ വെച്ച് തുണിയൊന്ന് നേരെയാക്കി ഉടുക്കാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്ക് കുട്ടി പോയല്ലോ. അവര് പറഞ്ഞു, ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ അട്ടഹസിച്ചു, ആർത്ത് വിളിച്ചു, ഫസുഹ്തു യാ വാ മുഹമ്മദ, എന്റെ മോനെ മുഹമ്മദേ എന്ന് വിളിച്ച് ഞാൻ കരഞ്ഞു. അപ്പോഴുണ്ട് ഫഇദാ ശൈഖുൻ യതവക്കഉ അലാ സാഹ്, വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു വയസ്സനെ കണ്ടു അവിടെ. അയാൾ പറഞ്ഞു, ഇദ്ഹബി ലസ്വന ബില്ലാഹ്, ആ വലിയ വിഗ്രഹത്തിന്റെ അടുത്ത് ചെന്ന്, ഹുബൽ എന്നാണ് ആ വിഗ്രഹത്തിന്റെ പേര്, അവിടെ ചെന്നിട്ട് പറയൂ, തിരിച്ചു തരികയാണെങ്കിൽ ആ വിഗ്രഹം നിന്റെ കുട്ടിയെ നിനക്ക് തിരിച്ചു തരും. ഹലീമ ബീവി ചെയ്തില്ല. കാരണം മുത്തുനബിക്ക് പാലൂട്ടാൻ ഭാഗ്യമുണ്ടായ ബീവിയല്ലേ, ചെയ്തില്ല. എന്നിട്ട് ഈ ഷെയ്ഖ് തന്നെ, ഈ വയസ്സൻ തന്നെ പോയിട്ട് ഹുബലിനെങ്ങനെ ചുറ്റിയിട്ട് പറഞ്ഞു, യാ റബ്ബി, വിളിക്കുകയാണ്, ഹുബലിനെ വിളിക്കുകയാണ്, ഓ പടച്ചോനെ എന്ന് വിളിക്കുക. ലം തസൽ മിന്നത്തുക അലാ ഖുറൈശ്, ഖുറൈശികളെ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളാ നീ. വഹാദിഹി സഅദിയ്യത്തു തസ്ഉമു അന്ന ഇബ്നഹാ ഖദ് വൽ, ഈ ബനു സഅദിയ ഗോത്രക്കാരി പറയുന്നു അവളുടെ കുഞ്ഞിനെ കാണാനില്ല. ഫറുദ്ദഹു ഇൻ ശിഅത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണം. അതോടുകൂടെ ഹുബൽ മുഖം കുത്തി അങ്ങ് വീണു ഈ വിഗ്രഹം എന്നല്ല. വതസാഖത്തത്തിൽ അയ്യാ അസ്നാം,
മറ്റു വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു, ഇലൈക്കാന്ന യുഹ ഷേഖ്, എട കിഴവ പോതന്തേ അവിടുന്ന്, ഫഹലാക്കുനാലായ ദൈ മുഹമ്മദ്, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ആ മുഹമ്മദിന്റെ കൈക്കാണ്, ആ മുഹമ്മദ് മുഖേനയാണ്, എന്നിട്ട് ആ മുഹമ്മദിന്റെ രക്ഷക്കാണോ ഞങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ വയസ്സൻ വടിയങ്ങ് എറിഞ്ഞ്, കയ്യിലുള്ള വടിയങ്ങ് എറിഞ്ഞ് വർത്താദ് നിന്ന് വിറക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതെന്തോ ഒരു അത്ഭുത കുട്ടിയാണ്. ഇന്നലിബ്നിക്കി റബ്ബൻ ലാ യുളയ്യിഉഹു ഫത്ലുബിഹി അലാ മുഹൽ. സമാധാനത്തോടെ അന്വേഷിച്ച പെണ്ണെ, നിന്റെ റബ്ബിന് നിന്റെ മകന് അവനെ കൈയൊഴിക്കാത്ത മറ്റേതോ ഒരു റബ്ബുണ്ട്. ഞാനൊരു റഷദീരി കേട്ടതാണ്. ഖുറൈശികളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ഓടിക്കൂടി. അവരൊക്കെ മക്കയുടെ എല്ലാ തെരുവീതികളിലും റസൂലുള്ളാഹിനെ അന്വേഷിച്ചു, ആർക്കും കിട്ടിയില്ല. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുത്ത് വന്നു, 7 വട്ടം തവാഫ് ചെയ്തു. എന്നിട്ട് ആ കഅബയുടെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇൻദി യദ യാ റബ്ബി ഇന്ന മുഹമ്മദൻ ലം യൂജദ ഫശംലു ഖൗമി കുല്ലുഹും തബദ്ദദ. അല്ലാഹുവേ, എന്റെ കുഞ്ഞു മോൻ മുഹമ്മദിനെ തിരിച്ചു തരണേ. ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇൻദി യദ, നീ റബ്ബേ എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്ന് എന്നോട് നീ കരുണ കാണിക്കണം. യാ റബ്ബി ഇന്ന മുഹമ്മദൻ ലം യൂജദ, അല്ലാഹുവേ എന്റെ മുഹമ്മദിനെ കാണാനില്ല. ഫശംലു ഖൗമി കുല്ലുഹും തബദ്ദദ, അവൻ അന്വേഷിച്ച് എന്റെ ടീം മുഴുവനും, എന്റെ നാട്ടുകാർ മുഴുവനും അങ്ങിങ്ങായി പാഞ്ഞുപോയിട്ടുണ്ട്. എല്ലാവരും അങ്ങിങ്ങായി ചിതറിയിട്ടുണ്ട്, ചിതറിയിട്ടുണ്ട്. എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരൊക്കെ കേൾക്കുമാർ ഉച്ചത്തിൽ ആരോ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, മഅശറന്നാസ്, ഓ ജനങ്ങളെ, ലാ തളിജു, നിങ്ങൾ മുഹമ്മദിന് വേണ്ടി അട്ടഹസിക്കണ്ട, മുഹമ്മദിന്റെ കാര്യത്തിൽ നിങ്ങൾ വേദനിക്കണ്ട. ഫഇന്നലി മുഹമ്മദിൻ റബ്ബൻ ലാ യഖ്ദുലു വലാ യുളയ്യിഉഹു, മുഹമ്മദിനൊരു റബ്ബുണ്ട്, അവനെ കൈയൊഴിക്കില്ല, അവൻ ആ മുഹമ്മദിനെ പാഴാക്കി കളയുകയില്ല. വഇന്ന മുഹമ്മദൻ ബിവാദി തിഹാമ ഇൻദ ശജറത്തി സമർ, സമർ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തിഹാമയുടെ ഭാഗത്ത്, തിഹാമ തായ്വരയിൽ മുഹമ്മദ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ ഹുഫൈദ ഹുവ ഖായിമുൻ തഹ്ത ശജറത്തിൻ യൽഅബു ബിൽ അഗ്സാനി വബിൽ വറഖ്, മരത്തിന്റെ കമ്പുകളും മരത്തിന്റെ ഇലകളുമൊക്കെ കൊണ്ട് കളിച്ചുകൊണ്ട്, ഇലകളും കമ്പുകളും ഒക്കെ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മരത്തിന്റെ ചുവട്ടിൽ സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ അവരെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പലപ്പോഴും മുത്തുനബി ചെറു പ്രായത്തിലെ ഇങ്ങനെ വഴി പിഴച്ചു പോയ അനുഭവങ്ങളുണ്ട്. വഴിയറിയാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്ന, അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത കഥയാണ് വവജദക ളാല്ലം ഫഹദാ. നബിയെ, വീട്ടിലേക്കുള്ള വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അങ്ങേക്ക് വീട്ടിലേക്ക് വഴി കാണിച്ച റബ്ബാണ് റബ്ബ്. തങ്ങളെ പാഴാക്കുകയാണെങ്കിൽ നബിയെ അന്നങ്ങ് പാഴാക്കിക്കൂടായിരുന്നോ റബ്ബിന്? അതുകൊണ്ട് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നാം ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെയാണ് ഇതിന്റെ ഒക്കെ ബന്ധം. തങ്ങളെ റബ്ബ് തങ്ങളെ കൈയൊഴിച്ചിട്ടില്ല, തങ്ങളെ ഒരിക്കലും വെറുത്തിട്ടുമില്ല. സ്വദഖല്ലാഹു മൗലാനൽ അദീം. അല്ലാഹുവേ, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ അവിടുത്തെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.